ജയിച്ചവരല്ലേ ഞങ്ങൾ തന്നെ പറയുമ്പോൾ എനിക്കതിനകത്ത് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രൊഡ്യൂസർ വിപിൻ ദാസ്, പിന്നെ സംവിധായകൻ SVP, അവർക്ക് രണ്ടുപേർക്കുള്ള പ്രത്യേക നന്ദി പറയും. കാരണം അവരാണ് ഇതിനെ ഇത്രയും സക്സസ് ആക്കിയത്. നല്ല രസമുള്ള സിനിമയാണ്. ആക്ഷേപഹാസ്യവും എല്ലാത്ത സങ്കടവും സന്തോഷവും എല്ലാം കൂടെ അടങ്ങിയ നല്ലൊരു സിനിമ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. അത്യാവശ്യം നല്ല കോമഡിയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല കോമഡിയാണ്. കോമഡി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ ഇല്ല അങ്ങനെ ഒന്നുമില്ല. അത് ഒരു കരയോഗത്തിൻ്റെ അതിനെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. പിന്നെ നമ്മളൊരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഒരു മരണ വീട്ടിൽ നടക്കുന്നൊരു സംഭവമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അത് നിങ്ങളെല്ലാവരും വന്ന് കണ്ടാലേ നമുക്ക് അത് രസിക്കും. കാര്യം അത്രത്തോളം നല്ല ഫസ്റ്റ് ഹാഫൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റർവൽ ആവണത് വരെ നമുക്ക് അത് തീരുന്നത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എല്ലാം കൊള്ളാം. പിന്നെ അസീസ് നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്തു, അനശ്വര അച്ഛനായിട്ട് ചെയ്തു. പിന്നെ നോബി ചേട്ടനുണ്ട്, ദീപു നാവായിക്കുളം, അങ്ങനെ ഒത്തിരി കലാകാരന്മാർ, അതായത് നമ്മുടെ കോമഡി സ്റ്റാറിലൊക്കെ ഉള്ള ഒത്തിരി കലാകാരന്മാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൂവിയാണ്. വലിയ സ്റ്റോറി ആയിട്ട് അങ്ങനെയൊന്നുമില്ല, പക്ഷേ സ്ക്രിപ്റ്റിങ്ങൊക്കെ കൊള്ളാം. നമ്മുടെ സാധാരണ നമ്മളൊരു മരണ വീട് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിലെടുത്ത് വെച്ചേക്കുന്നത്. വാഴ പോലെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാഴയങ്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. വാഴയങ്കാട്ടി ഒരു കുറച്ചുകൂടെ കൊള്ളാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മരണ വീട്ടിലുള്ളൊരു സംഭവമാണ്. അത് എങ്ങനെയാണെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റിങ് ചെയ്ത കാരണമാണ് സമ്മതിക്കുന്നത്. അത് അടിപൊളിയായിരുന്നു, കൊള്ളാം, നല്ല സിനിമ. എനിക്ക് ബോറായിട്ടൊന്നും തോന്നിയില്ല.